ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഈ കഴിഞ്ഞ നവംബർ 20 കിച്ചുമോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. കിച്ചുമോൻ്റെ ഇളയ മോനാണ്. സ്കൂളിൽ വിളിക്കുന്ന പേര് ഇവാൻ എന്നാണ്. അപ്പോൾ ഞങ്ങൾ 19 മനാമയിലുള്ള ധനാമയിൽ പോയി അവന് വേണ്ട ഡ്രസ്സും ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും അതുപോലെ തന്നെ സ്കൂളിലേക്ക് കൊടുത്തു വിടേണ്ട ചോക്ലേറ്റ്സൊക്കെ മേടിച്ചു. 20 പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ആൾ സ്കൂളിലൊക്കെ പോയത്. 20 വൈകിട്ട് തന്നെ അവൻ്റെയും അതുപോലെ തന്നെ അച്ചുമോൻ്റെയും കോമൺ ഫ്രണ്ട്സുകളെല്ലാം ഒരു 6 മണിയായപ്പോഴത്തേക്ക് വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഒരു 8:30 ഞങ്ങളെ ഫാമിലി ഫ്രണ്ട്സൊക്കെ എത്തിയത്. ബിനുവാണ് കേക്ക് മേടിച്ചുകൊണ്ട് വന്നത്. അൽമനാറിൽ നിന്നായിരുന്നു കേക്ക് മേടിച്ചത്. സാധാരണ ചീസ് കേക്കായിരുന്നു ഞങ്ങൾ മേടിക്കുന്നത്. അന്ന് ലേറ്റായതുകൊണ്ട് നമുക്ക് കിട്ടിയത് ഫ്രൂട്ട്സ് കേക്കാണ്. അപ്പോൾ എന്തായാലും ഒരു 8:30 എല്ലാ കുട്ടികളും, അപ്പോൾ അച്ചുവിൻ്റെയും കിച്ചുവിൻ്റെയും കോമൺ ഫ്രണ്ട്സും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ഒരു 8:30 വീട്ടിലെത്തി. അപ്പം കേക്ക് മുറിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കിച്ചുവിൻ്റെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളും മറ്റ് സെലിബ്രേഷനുകളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും കിച്ചുമൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനിലേക്ക് സ്വാഗതം. അങ്ങനെ കിച്ചുമോൻ്റെ കേക്ക് കട്ടിങ് കഴിഞ്ഞു. കേക്ക് കട്ടത് എല്ലാ ഫ്രണ്ട്സിനും കൊടുത്തു. ഫ്രണ്ട്സും അതുപോലെ കിച്ചുവിന് കൊടുത്തു. ഫ്രണ്ട്സ് കിച്ചുവിൻ്റെ മുഖത്തും നെറ്റിയിലും തലയിലൊക്കെ കേക്കിൻ്റെ ക്രീമും കാര്യങ്ങളൊക്കെ തേക്കുന്നുണ്ടായിരുന്നു. പുറത്ത് നിന്ന് ഞങ്ങളെ ഫ്രണ്ട്സായ സന്തോഷേട്ടനും സജീവളിനും നവാസും ബിനു കൊണ്ടും നികാസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരും അതുപോലെ കൊണ്ടുവന്ന ഗിഫ്റ്റുകളും അതുപോലെ തന്നെ കേക്ക് കട്ട് ചെയ്ത് കിച്ചുവിന് കൊടുക്കുന്നുണ്ടായിരുന്നു. കിച്ചു അവർക്ക് സെർവ് ചെയ്തു. ആ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ താഴെ ഫുഡ് ഓർഡർ ചെയ്തത്. താഴെയുള്ള ഹംഗ്രി ഡൈനിലും അതുപോലെ തന്നെ അഡ്രിന ഗ്രില്ലിലുമാണ് ഫുഡ് ഓർഡർ ചെയ്തത്. അവർ സാധാരണ കഴിക്കുന്നത് ഈ ബ്രോസ്റ്റഡ് ചിക്കനും അതുപോലെ തന്നെ ഷവർമയൊക്കെയാണ്. കഴിഞ്ഞ കൊല്ലം പിള്ളേരെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ പെറോട്ടയും ഫ്രൈഡ് റൈസൊക്കെ ഓർഡർ ചെയ്തത്. ഒരു ഒറ്റ കുട്ടികളും അത് കഴിക്കാൻ നിന്നില്ല. കാര്യം അവർക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. അവർ ബ്രോസ്റ്റഡും അതുപോലെ തന്നെ ഷവർമയൊക്കെ കഴിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ എന്തായാലും ആ സമയത്തേക്ക് ഏകദേശം ഒരു 35 മിനിറ്റ്സ് സമയമെടുക്കും ഈ ഫുഡൊക്കെ വരാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് സന്തോഷേട്ടൻ ഈ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാ കുട്ടികൾക്കും സെർവ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഒരു 35 മിനിറ്റ്സ് അവരുടേതായ ലോകത്താണ് അവർ ജീവിച്ചത്. കളിയും ചിരിയും ഗെയിംസും പാട്ടും അതുപോലെ തന്നെ വീഡിയോ ഗെയിംസുകളും മറ്റ് ക്യൂസ് മത്സരങ്ങളും അതുപോലെ തന്നെ ചെസ് ബോർഡ് മത്സരങ്ങളൊക്കെ ആയിട്ടൊക്കെ അവരൊരു 35-40 മിനിറ്റ്സോളം അവർ അവിടെ അടിച്ചു പൊളിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷം തന്നെയാണ്. കാര്യം നമ്മളുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളോ അത്തരത്തിലുള്ള സെലിബ്രേഷനുകളോ ഒന്നും ഉണ്ടായിട്ടില്ല. കാര്യമൊക്കെ എൻ്റെ ഒരു ജന്മദിനം വരുന്ന സമയത്ത്, എൻ്റെ കാര്യമാണ് പറയുന്നത്, എൻ്റെ ഒരു ജന്മദിനമൊക്കെ വരുന്ന സമയത്ത് വീട്ടിലൊരു പായസം വെക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രഥമൻ ഉണ്ടാക്കുകയോ ഒരു വെർമസിലി ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു കാലഘട്ടമൊക്കെ ആകുമ്പോഴത്തേക്ക് അവരുടേതായ എല്ലാ ഫ്രണ്ട്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി സെലിബ്രേറ്റ് ചെയ്യുന്ന മനോഹരമായ അല്ലെങ്കിൽ സന്തോഷം തരുന്ന, പേരൻസിനൊക്കെ വളരെ സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അടിച്ചു പൊളിച്ചൊരു ബർത്ത്ഡേ ആയിരുന്നു കിച്ചുവിൻ്റെ 10ാമത് ബർത്ത്ഡേ എന്ന് പറഞ്ഞ കിച്ചു ഒരു ഡിജിറ്റിൽ നിന്ന് 2ാമത്തെ ഡിജിറ്റിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. അതിനുശേഷം അവർ കൊണ്ടുവന്ന ഗിഫ്റ്റുകളൊക്കെ ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മിക്ക കുട്ടികളും പിന്നെ സാധാരണ കൊടുക്കുന്നത് ജേഴ്സികളായിരുന്നു. സാധാരണ ഈ ആൺകുട്ടികൾക്കൊക്കെ ജേഴ്സിയോട് തന്നെയാണ് താല്പര്യം. മെസ്സിയുടെയും റൊണാൾഡോയുടെയും അതുപോലെ തന്നെ എല്ലാ ഫുട്ബോൾ പ്ലെയേഴ്സിൻ്റെയും മെസ്സികൾ സാധാരണ ഈ പിന്നെ സ്പോർട്സ് സെൻറ്ററിലും അതുപോലെ തന്നെ ഒരുപാട് ഷോപ്പുകൾ ഉമ്മലസത്ത് തന്നെ ഉണ്ട്. അവിടെയൊക്കെ അവൈലബിൾ ആണ്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ജേഴ്സികളാണ് സാധാരണ കൊടുക്കുന്നത്. ഇപ്പോൾ ഈ കുട്ടികളൊക്കെ നിങ്ങൾ ഇന്ന് അവർ പറഞ്ഞുറപ്പിച്ച് ബ്ലാക്ക് ഇട്ടുകൊണ്ടാണ് വന്നത്. പക്ഷേ സാധാരണ ഇവരെല്ലാം ഓരോ ജേഴ്സികൾ ഇട്ടുകൊണ്ടാണ് സാധാരണ എല്ലാ ദിവസവും ഇവിടെ ഫുട്ബോൾ കളിക്കാനൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും മനോഹരമായ കിച്ചുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഫുഡ് വരാനായിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റോളം ഈ സമയമെടുക്കും. ഏകദേശം 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് കഴിക്കാനുള്ള ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഒരു സെൽഫിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഫുഡ് സെർവ് ചെയ്യാൻ കൊടുത്ത് എല്ലാ കുട്ടികൾക്കും ഫുഡൊക്കെ സെർവ് ചെയ്ത് അവർ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പുറത്തേക്ക് ഫുഡ് കഴിക്കാൻ പോകാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ എന്തായാലും മനോഹരമായ കിച്ചുവിൻ്റെ 10ാമത് ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ആഘോഷങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ അവർ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്ത് പോയി ഫുഡ് കഴിക്കാനുള്ളൊരു പ്ലാനാണ്. ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ജുഫേറിലുള്ള സീസൈഡിലുള്ള തട്ടുകടയാണ്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു തട്ടുകടയാണ്. അപ്പോൾ എന്തായാലും ഇവരൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം 10:30 മണിയോളമായി. 10:30 മണിക്ക് അല്ലെങ്കിൽ ഒരു 10:45 മണിക്കൊക്കെ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫുഡ് കിട്ടുമെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ സെഗയിലുള്ള അപ്പാപ്പൻസിലേക്ക് പോകാൻ തീരുമാനിച്ചത്. ഒരു ചെറിയ കടയാണ്, വലിയ പ്രതീക്ഷയോടുകൂടെ ഒന്നും പോകരുത്. കാര്യം ആർക്കും മന്തിയോ അല്ലെങ്കിൽ ബിരിയാണിയോ ഗ്രില്ലോ ഒന്നും കഴിക്കുന്നതിനോട് താല്പര്യമില്ല. എപ്പോഴും നഹദി മന്തിയിലും കെ ഗ്രില്ലും അല്ലെങ്കിൽ റൊമാൻസിയിലൊക്കെയാണ് പോകുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ സെഗയിലുള്ള ഒരു അപ്പാപ്പൻസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെ ചെന്നപ്പോഴത്തേക്ക് നാടൻ ഭക്ഷണങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെയുണ്ട്. കപ്പയുണ്ട്, കപ്പ ബിരിയാണിയുണ്ട്, അതുപോലെ തന്നെ കള്ളപ്പമുണ്ട്, പിന്നെ ദോശയുണ്ട്, പിന്നെ പുഴുക്കുണ്ട്. നമ്മുടെ നാട്ടിലെ ചേനയും ചേമ്പും കാച്ചിലൊക്കെ വെച്ചുണ്ടാക്കുന്ന പുഴുക്കുണ്ട്, പിന്നെ അതുപോലെ തന്നെ പുട്ടുണ്ട്, പൊറോട്ടയുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും അവരുടേതായ ഫേവറേറ്റായിട്ടുള്ള ഡിഷസും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു. അതിനോടൊപ്പം നല്ല വറ്റക്കറി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കൊഞ്ച് കറി ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മനോഹരമായ കിച്ചുവിൻ്റെ 10ാമത് ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ പര്യവസാനിക്കുകയാണ്. കഴിഞ്ഞ കൊല്ലത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോയും അതുപോലെ തന്നെ അതിന് മുന്നത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ഒക്കെ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മളെ പ്രവാസികളെ സംബന്ധിച്ചിടത്തുള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത്. വലിയൊരു കണ്ടൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് എപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന മനോഹരമായ വീഡിയോസായിട്ട് ഒരു മെമ്മറിയായിട്ട് ഈ യൂട്യൂബ് എന്ന് പറയുന്ന വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുവാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മനോഹരമായ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.